നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരേ ടോപ്പിക്കിൽ നിങ്ങളുടെ ചാനലിൽ 10ലധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം എന്ത് നടക്കും? ഓഡിയൻസിന് ബോറടിക്കുമോ? അതോ നിങ്ങളുടെ വ്യൂസ് ഡബിൾ ആകുമോ? അതല്ല, അൽഗോരിതം നിങ്ങളുടെ വീഡിയോവിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുമോ? ഇന്ന് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവസാനം വരെ വീഡിയോ കാണുക. അതിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ളൊരു രഹസ്യ ഇൻഫർമേഷൻ പറയാം. അതുമൂലം നിങ്ങളുടെ ചാനൽ ടർബോ വേഗത്തിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചാനലിൽ 10 വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തു എന്ന് ഇരിക്കട്ടെ. അപ്പോൾ അൽഗോരിതം വിചാരിക്കും നിങ്ങൾ ഈ ടോപ്പിക്കിൽ ഒരു എക്സ്പേർട്ടാണെന്ന്. എന്നിട്ട് നിങ്ങളുടെ വീഡിയോസിനെ അത് നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. അതുമാത്രവുമല്ല, ഒരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് എങ്ങനെ ഉണ്ടാക്കും എന്ന വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു എന്ന് ചിന്തിക്കുക. ആ വീഡിയോ നല്ല രീതിയിൽ തന്നെ വൈറലായി. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളെന്ത് ചെയ്തു? സമാനമായിട്ട് ഇതേ ടോപ്പിക്കിൽ തന്നെ ഇതുപോലെ ഒരു 9 വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തു. പക്ഷേ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അതായത് ഷോർട്സിൽ എങ്ങനെ #ടാഗ് ആഡ് ചെയ്യാം, പിന്നെ ഷോർട്സ് എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇങ്ങനെ ആ ടോപ്പിക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ച് നിങ്ങൾ ഇതുപോലെ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങളെ ഈ ടോപ്പിക്ക് നല്ല അറിവുള്ള ഒരാളായിട്ട് കരുതിയിട്ട് നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് അൽഗോരിതം ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഒരു ആൾ നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആണോ അല്ലയോ എന്നൊന്നും അൽഗോരിതം നോക്കുന്നില്ല. അപ്പോൾ ആളുകൾ വീഡിയോസൊക്കെ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിലുള്ള വീഡിയോ വന്നിട്ട് യൂട്യൂബ് അൽഗോരിതം വന്നിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പോൾ യൂട്യൂബ് കുറച്ച് ഓഡിയൻസിന് നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്തു എന്നിരിക്കട്ടെ. അവർ നിങ്ങളുടെ വീഡിയോസ് വന്ന് കാണുകയും പിന്നെ യൂട്യൂബ് വന്നിട്ട് കൂടുതൽ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുമ്പോഴേക്കും കൂടുതൽ ഓഡിയൻസ് ഇത് സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നു എന്ന് അൽഗോരിതം മനസ്സിലാക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ അൽഗോരിതം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. SEOയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതുവഴി ഒരു വീഡിയോ ഒരേ രീതിയിൽ ഒരേ ടോപ്പിക്കിൽ ചെയ്താൽ അത് നന്നായിട്ട് പോകും എന്നുള്ളതിന് ഉദാഹരണ സഹിതം തെളിവുകൾ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ ഇത് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതായത് ആദ്യം നിങ്ങൾ ഒരു ജനറലായിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്നതും നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ഗഹനമായിട്ടുള്ള അറിവുള്ളതായിട്ടുള്ള ഒരു ടോപ്പിക്കിലായിരിക്കണം നിങ്ങൾ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആ പോയ വീഡിയോവിനെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്നും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എടുത്തിട്ട് വീഡിയോ ചെയ്യുക. അതായത് ചില ടോപ്പിക്കാണെങ്കിൽ ഇത് കുറേ ട്രിക്സൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ചെയ്യാം, പിന്നെ വേറെ ഒരു ടോപ്പിക്കിൽ വന്ന് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതേ ടോപ്പിക്കിലുള്ള വീഡിയോസ് നിങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ അൽഗോരിതം വന്നിട്ട് ആ ഒരു പ്രത്യേക ഒരു സബ്ജക്റ്റ് വരുവാണെങ്കിൽ അത് നിങ്ങൾ അതിൽ ആധികാരികമായിട്ട് അറിവുള്ള ഒരാളാണ്, അങ്ങനെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് അന്വേഷിക്കുന്ന ഓഡിയൻസിന് നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് ധാരാളം വ്യൂസും ഓഡിയൻസിനുമൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് തുടർന്ന് ശ്രമിച്ചു നോക്കുക. ഇപ്പോൾ ഒരുപാട് പേർക്ക് അടുത്തിടെ മോണിറ്റൈസേഷൻ കിട്ടുന്നുമൊക്കെ എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ കുറേ ഫാമിലി മെമ്പേഴ്സ് എന്നെ മറന്നു പോയെന്ന് തോന്നുന്നു. അവരുടെ കമൻസോ ഇല്ല വ്യൂസ് ഒന്നും പഴയ രീതിയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തുടർന്നും ഇനി മറക്കാതെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് കാണാം.